മാഡം നേരത്തെ ഒരു ആംബുലൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ മാഡം, അതിപ്പോൾ നിലവിൽ അവർ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് മാഡം. അവരിപ്പോ കുരിശുമലയിൽ തീർത്ഥാടനം പ്രമാണിച്ച് കുരിശുമലയിൽ ഒരു ഇവർക്ക് ഓക്സിജൻ സംവിധാനമൊക്കെ ഉള്ള ആംബുലൻസേ പറ്റുള്ളൂ. ഓക്കെ മാഡം, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിലവിൽ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് ആ വെഹിക്കിള്. കടുത്ത പനിയെ തുടർന്ന് വെള്ളറട സ്വദേശിക്കായി 108 ആംബുലൻസിന്റെ സേവനം ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടിയാണിത്. രോഗിയുടെ നില ഗുരുതരമാണെന്നും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് നൽകണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആംബുലൻസുകൾ കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണെന്നാണ് മറുപടി ലഭിച്ചത്. കാത്തിരിപ്പിനൊടുവിൽ വെള്ളറട സ്വദേശി ആൻസിക്ക് ജീവൻ നഷ്ടമായി. പാറശാലത്തെ ആംബുലൻസും വെള്ളറടയിലെ ആംബുലൻസും 2 സ്പെഷ്യൽ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു 108 ഉണ്ടാവും, ഒരെണ്ണം വിട്ടുതരാൻ ഏതെങ്കിലും ഉണ്ടാവും, ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങാനും നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, എല്ലാ ആംബുലൻസും ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന 2 ആംബുലൻസുകളിൽ ഒന്ന് വിട്ടു നൽകാൻ കഴിയാത്ത എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സേവനം നൽകാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പാറശാല MLA CK ഹരീന്ദ്രൻ പ്രതികരിച്ചു. ഒടുവിൽ 108 ആംബുലൻസിന്റെ സേവനം ലഭ്യമാകില്ലെന്ന് ഉറപ്പായപ്പോഴാണ് വെള്ളറട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ രോഗിയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. എന്നാൽ യാത്രക്കിടയിൽ രോഗിക്ക് ജീവൻ നഷ്ടമായി. ജീവന് വില നൽകാതെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചത് രോഗിയുടെ മരണത്തിന് കാരണമായെന്നാണ് നിലവിൽ ഉയരുന്ന വിമർശനം. ആംബുലൻസുകൾ അടിയന്തര സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതി കാത്തിരിക്കണമോ അതോ ജീവനായി മല്ലിടുന്ന രോഗിക്ക് തുണയാകണമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. രോഗിയുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ച് വിവേചനാധികാരത്തോടുകൂടി ആംബുലൻസ് വിട്ടുകൊടുക്കേണ്ടത് ഉത്തരവാദിത്തമായിരുന്നില്ലേ? ഇവിടെ നഷ്ടമായത് ഒരു ജീവനാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.